ആളുകളുണ്ട്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലൊക്കെ അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. ബാവുൾ പാട്ടുകളാവട്ടെ, കബീർ പാട്ടുകളാവട്ടെ, മഹാരാഷ്ട്രയിലുള്ള അഭംഗുകളാവട്ടെ, ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു ജീവിത രീതിയുടെ ഭാഗമായിട്ട് തന്നെ അത് ആ പാട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഇത് കാത്തു വെച്ചിട്ടുള്ളത് ഒരുപാടൊന്നും എന്താ പറയുക, സമ്പത്തൊന്നും ഇല്ലാത്ത ആളുകളാണ് അത് കാത്തു വെച്ചിട്ടുള്ളത്. അത് നഷ്ടപ്പെടാതെ ഇങ്ങനെ ഒരു എന്താ പറയുക, അഴിഞ്ഞു പോവാതെ ഈ പാട്ടുകളുടെ വരികൾ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുള്ളത്. ഇന്നിവിടെ ഈ പാട്ടുകൾ ഇവിടെ നമുക്ക് പാടാനാവുമ്പോൾ, അതിവിടെ പങ്കുവെക്കാനാവുമ്പോൾ ആ എല്ലാ കണ്ണികളോടും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ആ ശ്വാസങ്ങളോടും നന്ദി പറയുകയാണ്. കാരണം ഗുരുവിന്റെ വാക്കാണ് നമ്മളെ മനുഷ്യൻ എന്ന രീതിയിൽ സംബോധന ചെയ്യുന്ന ഒരേ ഒരു വാക്ക്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ ലാലോൻ പറയുന്നു, ആ എൻഡ്ലെസ്നെസ്സിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകും. നമ്മൾ നമ്മുടെ തന്നെ പരിമിതികളിൽ സദാ കുരുങ്ങി കിടക്കുകയാണ്. നമ്മുടെ പേര്, നമ്മുടെ ദേശം, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാഷ, അങ്ങനെ തീരാത്ത പരിമിതികളാണ് സത്യത്തിൽ നമ്മളെന്ന് വിളിക്കുന്നത്. പക്ഷേ ഗുരുവിന്റെ വാക്ക് നമ്മളോട് അഭിസംബോധന ചെയ്യുന്ന നേരത്താണ് നമ്മൾ ആ തുറസിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ക്ഷണിക്കപ്പെടുന്നത്. ഈ പരിമിതികൾക്കപ്പുറമുള്ള ഒരു ഞാനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഗുരുവിന്റെ ഓരോ വാക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് അത്രയും പ്രഷ്യസ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നും, പണ്ട് എത്രയോ BC കാലത്തുനിന്ന് പോലുമുള്ള നാദസമ്പ്രദായത്തിൽ നിന്നൊക്കെയുള്ള കവിതകൾ എങ്ങനെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നുള്ള ഒരു ആശ്ചര്യത്തിന് മുമ്പിൽ നമ്മൾ ശരിക്കും വണങ്ങിപ്പോണത് അതുകൊണ്ടാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വില അത്രയും വിലമതിക്കാത്തതാണെന്നുള്ളത് കൊണ്ട് തന്നെ. ലാലോൻ ഷാൻ്റെ തന്നെ മറ്റൊരു പാട്ടാണ് പാടുന്നത്. ഇതിൽ ലാലോൻ പറയുന്നു, പ്രേം കഥാരെ ജേഷാധാരെ താർ മോരോണേർ ഭയക്കിയാസ്. പ്രേമത്തിന്റെ വഴിയെ നടക്കുന്നവന് പിന്നെ മരണത്തെ ഭയം ഉണ്ടാകുന്നു. എന്നാൽ നിഷ്ഠയോടെ പ്രേമം ചെയ്യുക, ആ പ്രേമത്തിലേക്ക് ഏറ്റവും ആത്മാർത്ഥതയോടെ കടന്നു ചെല്ലുക. അപ്പോൾ അത് അത്രയും തുറസായ ഒന്നാണ്, അത്രയും വലുതായ ഒന്നാണ്. നമ്മൾ വിചാരിക്കുന്ന ആ ഇടുങ്ങിയ ലോകങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ളതാണെന്ന് ലാലോൻ ഈ പാട്ടിൽ പറയുന്നു. അത് ഈ ശബ്ദരൂപകങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ അതിന് എല്ലാത്തിനെയും ചേർത്തിണക്കാൻ പറ്റുന്ന ആ ഒന്നാണ് ആ തന്തുവായിട്ടുള്ളത്, ആ ശ്വാസമായിട്ടുള്ളത് എന്ന് ലാലോൻ പറയുന്നു. ഈ ധാരയിൽ തന്നെയാണ് ആ രാധയും ഉള്ളത് എന്ന് ലാലോൻ പറയുന്നു. জানে না ভেদ বিধির কর্ম
പഥ